അനിൽ, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നപ്പോൾ മാധ്യമ സിൻഡിക്കേറ്റ് എടുത്തൊരു സമീപനമുണ്ട്. കോടതിയുടെ നിലപാടിനോട് ചേർന്ന് പോകുന്ന ഒരു ലൈനായിരുന്നു. ആ സമീപനത്തെ വിമർശിക്കുന്നവരുണ്ട്, അനുകൂലിക്കുന്നവരുണ്ട്. ഒപ്പം തന്നെ ആ സമീപനത്തെ കുറച്ച് സംശയങ്ങൾ കൂടി ഉന്നയിക്കുന്നവരുണ്ട്. അതിൽ പ്രധാനമാണ് ഈ 84 ദിവസം ഒരു തെളിവുമില്ലാതെ ദിലീപ് എങ്ങനെ ജയിലിൽ റിമാൻഡിലായി എന്നുള്ളതാണ്. അതെ, അത് അത്തരം ചില സംശയങ്ങൾ നമ്മുടെ പേജുകളിൽ ആളുകൾ ഉന്നയിക്കും. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെയധികം ആളുകൾ നമ്മുടെ നിലപാടിനെ ഏറ്റെടുക്കുകയും അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ പോസിറ്റീവായ ഒരുപാട് പ്രതികരണങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ ഇത് ഞാൻ ശ്രദ്ധിച്ചാണ് ഈ പറഞ്ഞ പോലെ ആളുകൾ പൊതുവിൽ പലരും ചോദിക്കുന്നുണ്ട്, ഈ ക്രിമിനൽ നീതി നിർവഹണ സംവിധാനത്തെക്കുറിച്ചൊരു സാമാന്യമായൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടുള്ള ന്യായമായൊരു സംശയമാണത്. പക്ഷേ അത് നമ്മുടെ മാധ്യമപ്രവർത്തകർ പോലും പലരും ഇത് പരസ്യമായിട്ടൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അതെന്താ വെച്ചാൽ, ഈ 85 ദിവസം ഇവിടെ കിടന്നത് കോടതി പ്രാഥമികമായിട്ട് പോലീസ് ഹാജരാക്കിയ തെളിവുകളെല്ലാം പരിശോധിച്ചിട്ട് ഇയാൾ അകത്ത് കിടക്കട്ടെ തീരുമാനിച്ചു എന്ന് കരുതാൻ ഒരു തരത്തിലും കരുതാൻ കഴിയില്ല. കാരണം ഈ ജാമ്യം അനുവദിക്കുന്നതിൻ്റെ നിഷേധിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഇയാൾ പുറത്തു പോയാൽ അന്വേഷണത്തെ ബാധിക്കാൻ ഇടയുണ്ടോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ അന്വേഷണ സംഘം ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയിട്ട് കോടതിയിൽ ബോധിപ്പിക്കുന്നത് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ, പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇയാൾ പുറത്തു പോയാൽ സാക്ഷികളെ സ്വാധീനിക്കും, തെളിവുകൾ നശിപ്പിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇയാളെ പുറത്തു വിടരുത് എന്നാണ് ആവശ്യപ്പെടുന്നത്. അത് ഒരു കോടതിക്ക് അതിന് എതിരെ നിൽക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു കേസിൽ ഒരു അതിജീവിത പരാതിയുമായി മുന്നിൽ നിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ അല്ല ഇയാൾ ഇറങ്ങിപ്പോക്കോട്ടെ, ഇയാൾ ഇത്രയും ദിവസം കിടന്നില്ലേ മതി എന്ന് ഒരു കോടതിക്ക് നിലപാടെടുക്കാൻ കഴിയില്ല. പോലീസിൻ്റെ റിമാൻഡിനുള്ള അപേക്ഷ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് എനിക്ക് ദിലീപിൻ്റെ കേസിൽ കുറ്റപത്രം കൊടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത്. 3 മാസം ആകുമ്പോൾ കുറ്റപത്രം കൊടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് ജാമ്യം കിട്ടി ദിലീപ് പുറത്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ സാമാന്യമായ ഒരു തത്വം ഇത്രയേ ഉള്ളൂ. പോലീസ് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നതനുസരിച്ച് മാത്രമേ കോടതിക്ക് ആ ഘട്ടത്തിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ വളരെ പ്രകടമായ ഇതൊരു കള്ളക്കേസാണ് എന്ന തരത്തിലൊക്കെ വളരെ പ്രകടമായ ഏതെങ്കിലും തെളിവുകൾ പ്രതിക്ക് ഹാജരാക്കാൻ കൊണ്ടുവരാൻ കഴിയണം. അതുണ്ടാകാത്തതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ പോലീസിൻ്റെ വേർഷൻ കോടതി അംഗീകരിക്കുന്നു, പോലീസിൻ്റെ അപേക്ഷ കോടതി അനുവദിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പോൾ പറഞ്ഞ പോലെ സാക്ഷികളുടെ സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരുപാട് സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട്. അതിൽ സിനിമാ താരങ്ങളുണ്ട്, ബിന്ദു പണിക്കർ, ഭാമ തുടങ്ങിയ സിനിമാ താരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലും പലരും സംശയം ഉന്നയിക്കുന്നുണ്ട്, ദിലീപിൻ്റെ സ്വാധീനം അല്ലേ എന്ന്. ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചത് കൊണ്ടല്ലേ എന്ന് പറയുന്നത്. അതിൽ ഈ കൂറുമാറ്റം എന്ന് പറയുന്നത് സിമ്പിളായി പറഞ്ഞാൽ പോലീസിന് കൊടുത്ത മൊഴിയിൽ നിന്ന് മാറ്റി കോടതിയിൽ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പോലീസിന് കൊടുക്കുന്ന മൊഴി എങ്ങനെയാണ്? പോലീസ് അത് സാക്ഷിയുടെ മുമ്പിൽ വെച്ച് എഴുതി ഒപ്പിട്ട് വാങ്ങുന്ന മൊഴിയല്ല. ഇപ്പോൾ ഈ പറഞ്ഞ താരങ്ങൾ ആരെയും വിളിച്ചിരുത്തി എഴുതി അവരുടെ മുമ്പിൽ ഒപ്പിട്ട് വാങ്ങുന്ന മൊഴിയാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. പലപ്പോഴും പോലീസ് അത് ഒരു സാക്ഷിയോട് തന്നെ പലവട്ടം ചോദിക്കുന്നുണ്ട്, പോയി കണ്ട് ചോദിക്കുന്നുണ്ട്, അവരെ വിളിച്ചു വരുത്തി ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോലീസ് ഒന്ന് എഴുതി വെക്കും. അപ്പോൾ അതിൽ വളരെ ബോധപൂർവം അവർക്ക് ആവശ്യമുള്ളത് കൂട്ടിച്ചേർക്കുന്ന പോലീസുകാരുണ്ടാകാം, അല്ലാതെ അവർ പറഞ്ഞതിൽ നിന്ന് ചെറിയ ഡീവിയേഷൻസ് അങ്ങോട്ടും വന്ന് അബദ്ധങ്ങൾ പറ്റുന്നതുണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അത് സാക്ഷി വായിച്ചു നോക്കി ഒപ്പിടുന്നതുമല്ല. അത് കോടതിയിൽ വരുമ്പോൾ സാക്ഷിക്ക് തോന്നുകയാണ് ഇത് ഞാൻ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ എത്രയോ കേസുകളിൽ സാക്ഷികളും പരാതിക്കാരൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടില്ല എന്നൊക്കെ എത്രയോ പേര് കോടതിയിൽ പറയുന്നു. വളരെ കോടതിയിലും പുറത്ത് മാധ്യമങ്ങളിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് പല കേസുകളിലും. അപ്പോൾ അത് കോടതിയിൽ ചെല്ലുമ്പോൾ അത് മാറ്റി പറയുമ്പോൾ കൂറുമാറിയെന്ന് പ്രോസിക്യൂഷൻ അവരെ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം പ്രോസിക്യൂഷൻ അവരെ വിസ്തരിക്കുകയാണ്. ഇവർ കൂറുമാറിയതാണെങ്കിൽ അവരതൊരു കൃത്രിമമായിട്ട് ഇപ്പോൾ നിഷേധിക്കുന്നത് ആണെങ്കിൽ, അവരിലേക്ക് ഒരു പ്രതിഭാഗം ചേർന്നിട്ട് ബോധവോടെ നിൽക്കുന്നതാണെങ്കിൽ അവരെ ചോദിച്ച് പൊളിക്കാനുള്ള ക്രോസ് വിസ്താരമാണ് അവിടെ നടക്കുന്നത്. അവരുടെ നിലപാടിനെ പൊളിച്ച് കൊണ്ടുവരിക എന്നുള്ളത് പ്രോസിക്യൂഷൻ്റെ ഉത്തരവാദിത്വമാണ്, അല്ല പ്രോസിക്യൂഷൻ്റെ ധർമ്മമാണ്. അതവർക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ സാക്ഷി പറഞ്ഞതിനെ പൊളിക്കാൻ ആവശ്യമുള്ള തെളിവ് അവരുടെ കയ്യിലില്ലായിരുന്നു എന്നാണ്. അതിനർത്ഥം ആ സാക്ഷി പറഞ്ഞ സത്യമാണെന്നാകും. പിന്നെ മറ്റൊരു സാഹചര്യമുണ്ട്, കോടതിയിൽ 164 പ്രകാരം രഹസ്യമൊഴി കൊടുത്തതാണ് ഇവർ മാറ്റി പറഞ്ഞതെങ്കിലും കൂറുമാറിയതായിട്ട് പ്രഖ്യാപിക്കാം. ഏതായാലും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അടുത്ത ദിവസം വരുന്ന വിധി, നാളെ വരുന്ന വിധി എന്തായാലും വ്യക്തമാകും. അത് അപ്പോൾ നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാവുന്നതാണ്. കേസിലേക്ക് ദിലീപ് കൂടുതൽ പങ്കാളിയായത് അല്ലെങ്കിൽ ആരോപണ വിധേയനായി നിന്നത് ദിലീപിൻ്റെ തന്നെ സുഹൃത്തായ സംവിധായകൻ ബാലേന്ദ്രകുമാറിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ കൊണ്ടാണ്. അപ്പോൾ അതിന് ആവശ്യമായ തെളിവുകൾ, ദൃശ്യങ്ങൾ, വീഡിയോകൾ, അതുപോലെ തന്നെ ഓഡിയോ സംഭാഷണങ്ങൾ ഇതെല്ലാം കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം പരിഗണിച്ചില്ല, ഇതൊന്നും കോടതി തെളിവുകളെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു. അത് ബാലേന്ദ്രകുമാർ സുഹൃത്തൊന്നുമല്ല. ബാലേന്ദ്രകുമാർ ഒരു ദിലീപിനെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വേണ്ടി ഏതോ കഥയുമായിട്ട് വന്നതാണ്. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ തെറ്റി. അതിനുശേഷമാണ് ബാലേന്ദ്രകുമാറിനെ പോലീസ് സാക്ഷിയാക്കി കൊണ്ടുവരുന്നത്. ഈ കേസിൻ്റെ ഒരു 2ാം ഘട്ടത്തിലാണ് ബാലേന്ദ്രകുമാർ വരുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ ചർച്ചയിലൊക്കെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ബാലേന്ദ്രകുമാറിൻ്റെ കാര്യത്തിലായാലും പൾസസുനിയുടെ കാര്യത്തിലായാലും തെളിവുകളായ വീഡിയോ എന്ന് പറയുന്ന റെക്കോർഡ് ചെയ്ത ഒറിജിനൽ ഡിവൈസ് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സത്യം പറഞ്ഞാൽ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു കേസും കോടതി എൻ്റർടൈൻ ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ വളരെ രൂക്ഷമായിട്ട് അതിനെതിരെ വാദിക്കുന്നതാണ്. ഈ തെളിവ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയും. അഥവാ ഈ നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങളുടെ സാധുതയെ തന്നെ ചോദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതിയാണ് അത് പകർത്തിയ
ഫോൺ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അത് 2-3 തവണ പകർത്തിയ ശേഷമുള്ള കോപ്പിയാണ് പെൻഡ്രൈവിലാക്കി മെമ്മറി കാർഡിലാക്കി കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ പക്ഷേ അവർ ചലഞ്ച് ചെയ്തിട്ടില്ല. അത് യഥാർത്ഥ ഒറിജിനലാണ് തന്നെ അംഗീകരിച്ച് തന്നെയാണ് പോയിരിക്കുന്നത്. പക്ഷേ ബാലേന്ദ്രകുമാർ ഹാജരാക്കി, ഇതുപോലെ ബാലേന്ദ്രകുമാർ ചില ഓഡിയോ റെക്കോർഡ്സ് ഹാജരാക്കിയിട്ടുണ്ട്. അതൊക്കെ പോലീസ് പുറത്തുവിട്ടതാണ്, മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടതാണ്. അതിനകത്ത് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനുള്ള ഗൂഢാലോചനയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ ഏതാണ്ട് 3-4 സെക്കൻഡുള്ള ഓഡിയോ ഒക്കെയാണ്. കൂട്ടത്തിലിട്ട് തട്ടിക്കളയണം, അങ്ങനെ എന്തോ വഴിയിലിട്ട് തട്ടിക്കളയണം, അങ്ങനെ എന്തോ തട്ടിക്കളയുക എന്ന് പറഞ്ഞ ഒരു ഓഡിയോ ഉണ്ട്. പിന്നീട് ദിലീപ് ഈ നടിയെ ആക്രമിച്ച് പറഞ്ഞ ദൃശ്യങ്ങൾ ഇവരിരുന്ന് കാണുന്നതിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞ് തോന്നുന്നു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചില പൊട്ടും പൊടിയുമായ ചില സംഗതികളുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ഈ ബാലേന്ദ്രകുമാർ ഇത് അയാൾ തന്നെ പറയുന്നു, അയാൾ റെക്കോർഡ് ചെയ്ത ഡിവൈസ് ഇപ്പോൾ കയ്യിലില്ല, ആ ഫോൺ പോയി. ആ ഫോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകർത്തി, ലാപ്ടോപ്പിലോ പെൻഡ്രൈവിലോ പകർത്തി, അതിൽ നിന്ന് വേറെ പകർത്തി, അങ്ങനെ 3-4 വട്ടം പകർത്തിയ ഡിവൈസിലാണ് അയാൾ ഇത് പോലീസിന് കൊടുത്തിരിക്കുന്നത്. യാതൊരു കാരണവശാൽ അങ്ങനത്തെ ഒന്നും സാധാരണ ഒരു കേസിലും കോടതി അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അപ്പം അതിൻ്റെ സാധുതയെ കോടതി കൃത്യമായി പരിശോധിച്ച് തന്നെയായിരിക്കും, വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ദിലീപിനെ വെറുതെ വിട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇനി നമ്മൾ പറയുന്നതുകൊണ്ട് അർത്ഥമില്ല. ദിലീപിൻ്റെ അതിൽ പ്രതിഭാഗത്തിൻ്റെ വേർഷൻ എന്ന് പറഞ്ഞാൽ ഇയാൾ വന്ന് ഏതൊരു പോക്കറ്റ് അടിക്കാരൻ്റെ കഥയാണ് ഇയാൾ സിനിമയാക്കാൻ വന്നിരുന്നത്. അപ്പോൾ ആ കഥയുമായി ബന്ധപ്പെട്ട ഡയലോഗ് ഡെലിവറിയാണ് അവിടെ നടന്നത്. അതാണ് ഇയാൾ റെക്കോർഡ് ചെയ്തിട്ട് ഓഡിയോ ആയിട്ട് ഈ തെളിവായിട്ട് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതും കോടതി പരിഗണിച്ചതാണോ, അതുകൊണ്ടാണ് ഇവരുടെ ഈ ബാലേന്ദ്രകുമാറിൻ്റെ വേഷം തള്ളിക്കളഞ്ഞത് എന്ന് അറിയാൻ കഴിയില്ല. അത് നമുക്ക് ഓർഡർ വരുമ്പോൾ വിശദമായിട്ട് തന്നെ ഇതൊക്കെ അതിലുണ്ടാകും. പക്ഷേ എൻ്റെ കാര്യം ഇതാണ്, അതിൻ്റെ എവിഡൻഷ്യറി വാല്യൂ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അക്കാലത്ത് തന്നെ നമുക്കൊക്കെ അറിയാമായിരുന്നു. ഈ 3 ഒറിജിനൽ ഡിവൈസ് ഇല്ല എന്ന് മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ട് കേൾപ്പിക്കാൻ പറ്റിയ ഒരു ഓഡിയോയോ ഒരു വീഡിയോയോ അവിടെ ഇല്ല. ആകെ 3-4 അല്ലെ 10-15 സെക്കൻഡ് സാധനങ്ങളാണുള്ളൂ. അത് എഡിറ്റ് ചെയ്ത് കൃത്രിമം നടത്തിയതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ തുടങ്ങിയ വലിയ എഫോർട്ടുള്ള കാര്യമാണ്. അല്ല, ഇതിൽ ഡിജിറ്റൽ തെളിവിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം അതിൽ പ്രധാനമായിട്ടുള്ളത് നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത്. അത് എന്തുകൊണ്ടാണ് നമ്മളത് പ്രത്യേകിച്ച് പറയാത്തത്? എന്തുകൊണ്ടാണ് ഹാഷ് വാല്യൂ മാറിയതിൽ ദിലീപിന് യാതൊരു പങ്കുമില്ല. ദിലീപ് അതിലൊരു പെറ്റീഷനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, മൂവ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ദിലീപിന് അതിൽ യാതൊരു പങ്കും, ഹാഷ് വാല്യൂ മാറിയാൽ അവർക്ക് പങ്കില്ല എന്നുള്ള കാര്യത്തിൽ കോടതിയുടെ തന്നെ അന്വേഷണ റിപ്പോർട്ടുകളുണ്ട്. അത് ഹൈക്കോർട്ട് വിജിലൻസ്, ഈ നടിയുടെ പരാതിയിൽ ഹൈക്കോർട്ട് വിജിലൻസ് അന്വേഷിച്ചിരുന്നു. പിന്നീട് അതുകൂടാതെ ഈ ട്രയൽ നടത്തിയ സെഷൻസ് കോടതി തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നു. ഇത് രണ്ടിലും ഇത് ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നുമല്ല, കോടതി ജീവനക്കാരുടെ ഭാഗത്തു നിന്നാണെന്ന് വളരെ വ്യക്തമായിട്ട് അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാകുകയും ആ റിപ്പോർട്ട് ഈ അതിജീവിതയ്ക്കും അത് പ്രോസിക്യൂഷൻ്റെ കയ്യിൽ തന്നെ നൽകിയിട്ടുള്ളതുമാണ്. അതിൻ്റെ കോപ്പി നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ദിലീപിനെ ഇതിൽ ഇതാക്കാനുള്ള കാര്യമില്ല. കോടതി നമ്മൾ കോടതിയുടെ നിലപാടിനോട് ചേർന്നതാണ് ഞാൻ പറയുന്നത്. കോടതി 2 തവണ അന്വേഷണം നടത്തിയതാണ്. പക്ഷേ അതിൽ അതിജീവിതയ്ക്ക് ഗ്രീവൻസ് ഉണ്ട് ഇപ്പോഴും. കാരണം കോടതി ജീവനക്കാരും അതെടുത്ത് വെച്ച് അങ്ങനെ കാണാൻ പാടില്ലായിരുന്നു. അത് മഹാവൃത്തികേടെന്ന് തന്നെ പറയേണ്ട കാര്യം. നമ്മളിതിനു മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഇനി അന്വേഷണം നടക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. അത് അന്വേഷണം നടക്കേണ്ടതാണ്. നടത്തിയത് എന്തുകൊണ്ട് കോടതി ജീവനക്കാർ അത് ആക്സസ് ചെയ്യാൻ ഇടയായി എന്നുള്ളത്, ഏത് സാഹചര്യത്തിൽ അവർക്ക് അതിന് അനുമതി കിട്ടിയെന്നൊക്കെ വളരെ കൃത്യമായി പരിശോധിക്കുകയും നടപടി ഉണ്ടാവുകയും ചെയ്യേണ്ടത്. ആ നടിയുടെ കാര്യത്തിൽ നിന്നല്ല, ആരുടെ കാര്യത്തിലും ഇങ്ങനൊരു വൃത്തികേട് നടക്കാൻ പാടില്ല എന്നുള്ളത്. അതും ജുഡീഷ്യറിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുകയാണ് ഇത് ഉണ്ടായെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ആൾക്കാർ കൂടുതലും പറയുന്നത് പൾസർ സുനി എന്ന് പറയുന്ന ക്രിമിനലിന് വേണ്ടി എങ്ങനെയാണ് പ്രമുഖനായ ആളൂർ വന്ന് ഹാജരായി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഗോവിന്ദസ്വാമി പ്രതിയായ തൃശ്ശൂരിലെ കേസിലാണെന്ന് തോന്നുന്നു ഈ ആളൂർ ആദ്യം അവതരിക്കുന്നത്. യഥാർത്ഥത്തിൽ അയാൾ തൃശ്ശൂരിലെ ആളൂർ സ്വദേശിയായ ബിജു ആൻ്റണി ആയിരുന്നു. അത് ചുരുക്കി ബി എ ആളൂർ എന്നാക്കി എന്നുള്ളൂ. ഇപ്പോൾ കേരളത്തിന് പുറത്തോടെ ഒക്കെ ആണ് ആദ്യം പ്രാക്ടീസ് ചെയ്തെന്ന് തോന്നുന്നു. പിന്നീട് വന്ന് ഇവിടെ തുടങ്ങിയതാണ്. ഇവിടെ വന്ന് ഇങ്ങനത്തെ ചില വിവാദമായ ചില വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില കേസുകളിലെ പ്രതികളുമായിട്ട് പുള്ളി കണ്ട് വക്കാലത്തെടുത്ത് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയെടുത്തോളം പല കേസിലും ആദ്യം പണം വാങ്ങാറില്ലായിരുന്നു. വക്കീൽ ഫീസ് വാങ്ങാതെയാണ് കേസ് തുടങ്ങിയ ശേഷമാണ് പിന്നീട് ഇത് വാങ്ങും. അപ്പോൾ പണം ആദ്യം തരണ്ടെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഈ പ്രതികൾ പലരും വക്കാലത്ത് കൊടുക്കുകയായിരുന്നു. പിന്നീട് സത്യത്തിൽ ചില കോടതികളിൽ ആളൂരിൻ്റെ ജൂനിയേഴ്സ് വക്കീലുമാരും മറ്റ് നേരത്തെ വക്കാലത്തുള്ള വക്കീലുമാരും തമ്മിൽ തർക്കം പോലും ഉണ്ടായിട്ടുണ്ട്. അടിയുടെ വക്കോളം എത്തിയിട്ടുണ്ട്. കാരണം വേറൊരു വക്കീലിന് വക്കാലത്തുള്ള പ്രതിയെ ഈ ആളൂർ പിടിച്ചു പറിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കേസുകൾ പിടിച്ചിരുന്ന ഒരാളാണ്. അതല്ലാതെ ആളുകൾ കരുതുന്ന ബി രാമൻപിള്ളയെ പോലെയോ ഒക്കെ അല്ല അതിനേക്കാൾ മുകളിൽ ഏതോ വലിയ വിലവെടുപ്പുണ്ടെന്ന് ആൾക്കാർ കരുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളൂരിന് വേണ്ടി ഒന്ന് ചിലവാക്കിയ കാശിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ട് പൾസർ പിന്നിൽ ആരോ ഉണ്ട് എന്ന അനുമാനത്തിലെത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ പൾസർ പിന്നിൽ ആര് തന്നെ ആയാലും ഈ വക്കീൽമാർക്കൊക്കെ ഇത്രേ ചിലവാകുകയുള്ളൂ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മറ്റാരോ ഞാൻ ചാനൽ ചർച്ച പങ്കെടുക്കുമ്പോൾ ഇതേ ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്ര കാശ് മുടക്കണമെങ്കിൽ പൾസർ സുനിക്ക് പിന്നിൽ ആരെങ്കിലും ഇല്ല. അപ്പോൾ ഞാനപ്പോൾ ചോദിച്ചു, എത്ര കാശ് മുടക്കിയെന്നാണ് ധാരണ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കും ധാരണയില്ല.
ഈ ആളൂരിനെ കുറിച്ച് ഇങ്ങനെ കൃത്രിമമായ പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് വലിയ തുക മുടക്കിയിട്ടാണ് പൾസസുനി കേസ് നടത്തുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം, നമ്മളാരെങ്കിലും ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് പലർക്കും അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കുറവ് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. കാരണം കേസിൽ പെട്ടിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ദുരിതം എത്രയാണെന്ന്. ഉള്ളതൊക്കെ വിറ്റുപേർക്ക് എങ്ങനെങ്കിലും ജാമ്യത്തിൽ പുറത്തിറങ്ങാനായിട്ട് ശ്രമം നടത്തും. അപ്പോൾ ഈ പൾസസുനി അങ്ങനെ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഒരാളൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം ജോലി ചെയ്ത് ഈ ഇങ്ങനെ തട്ടിപ്പുകൾ വഴിയും കേസുകളൊക്കെ നടത്തിയൊക്കെ അത്യാവശ്യം വരുമാനമൊക്കെ ഉള്ള, ഞാൻ അയാളുടെ വീട്ടിൽ പോയിട്ടുള്ളതാണ്. ആ കാലത്ത് മനോരമയിലുള്ള സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പോയിട്ടുള്ളതാണ്. വീടും സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കാം കേസ് നടത്തി. എന്ത് തന്നെയായാലും ആളൂരിൻ്റെ കാര്യത്തിലുള്ള സംശയത്തിന് ഇത്രയാണ് മറുപടി. പിന്നെ ഉള്ളത് ഈ നടിയോട് ദിലീപിനുണ്ടായിരുന്ന വൈരാഗ്യം, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? എന്തുകൊണ്ടാണ് അതിനെപ്പറ്റിയുള്ള അത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്. അത് നടിയോട് വിരോധമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതാണ്ട് അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ദിലീപിനെതിരെയുള്ള മൊഴികൾ ധാരാളമുണ്ട്. ഈ കേസിന് മുമ്പ് തന്നെ അത്തരം കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ ചർച്ചയായിട്ടുള്ളതാണ്. ഈ നടിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ദിലീപ് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിന് വൈരാഗ്യത്തിൻ്റെ കാരണങ്ങളൊക്കെ വാർത്തകളിലൊക്കെ പലപ്പോഴായി വന്നിട്ടുള്ളതാണ്. അതൊക്കെ നമുക്കറിയുന്നത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ കേസിലേക്ക് ദിലീപിനെ ചേർക്കണമെങ്കിൽ അത് പോരാന്നുള്ളതാണ്. പോലീസും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പലരും അതിനെ ഇങ്ങനെ ആണ് ഇതിനെ കൊണ്ടുവന്ന് ഈ വൈരാഗ്യമുള്ളത് കൊണ്ട് തന്നെ ചെയ്തതാണ് എന്ന് സ്ഥാപിക്കാൻ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ നടിയും ആ തരത്തിലൊരു മൊഴി കൊടുത്തിട്ടുണ്ട്. അത് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പോ മറ്റോ നടിയുടെ മൊഴിയെടുക്കുമ്പോൾ, അതോ അറസ്റ്റിന് തൊട്ട് പിന്നാലെയോ മൊഴിയെടുക്കുമ്പോഴാണ് അവർ ആദ്യമായിട്ട് അത് പറയുന്നത്. വിരോധമുണ്ടായിരുന്നു, ദിലീപിൻ്റെ ആദ്യത്തെ വിവാഹമോചനത്തിന് താൻ കാരണമായി എന്നുള്ളതിൻ്റെ പേരിൽ അയാൾക്ക് വിരോധമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടും ഇത് ചെയ്ത അയാളാണ് എന്ന് നടിയും പറഞ്ഞിട്ടില്ല. അത് പിന്നീട് കോടതിയിൽ കൊടുക്കുന്ന അഫിഡവിറ്റിലും മറ്റൊരു ലേറ്റർ സ്റ്റേജിലാണ് ദിലീപിനെ പരാമർശിച്ച് ചില ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം പറഞ്ഞത്, രണ്ടുപേരും തമ്മിൽ പൊതു സ്ഥലത്ത് വലിയൊരു തർക്കം ഉണ്ടാകുന്നു, അല്ലെ വഴക്കുണ്ടാകുന്നു, അടിയുണ്ടാകുന്നു. അതിലൊരാൾ പോകുന്ന വഴിക്ക് രാത്രി വീണ് മരിക്കുന്നു, ചിലപ്പോൾ കൊലപാതകമാകാം എന്ന് കരുതിയിട്ട് അപ്പോൾ നാട്ടുകാർക്ക് ഇതെല്ലാം അറിയുന്ന നാട്ടുകാർ പറയും അയാൾ തന്നെയാണ് കൊന്നത്, മറ്റേ കൂടെ ഉണ്ടായിരുന്ന അയാൾ തന്നെയാണ് കൊന്നത് എന്ന് പറയും. അത് സാമാന്യമായിട്ട് ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കാം. പക്ഷേ പോലീസിനത് പോരല്ലോ. കൃത്യമായ കൊലപാതകത്തിന് കാരണം, അതിൻ്റെ മോഡസ് എങ്ങനെയായിരുന്നു, ഇതെല്ലാം കണ്ടെത്തണമല്ലോ. അതല്ലാതെ വിരോധമുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇയാൾ തന്നെ എന്നൊരു നിഗമനത്തിലെത്തുന്നതിന് അതിൻ്റെ അശാസ്ത്രീയതയാണ്, അപാകതയാണ് നമ്മൾ പറയുന്നത്. അതാണ് കോടതിയിൽ ഈ കേസിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പിന്നെയുള്ള ഒരു പ്രധാന കാരണമാണ് ഇത് ദിലീപിൻ്റെ കൊട്ടേഷൻ അല്ലെങ്കിൽ പിന്നെ ആരുടേത്? ഇതിൻ്റെ പിന്നിൽ ഈ ക്രൈം നടന്നതിൻ്റെ മോട്ടീവ് എന്ത്? ദിലീപിൻ്റെ കൊട്ടേഷൻ അല്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുള്ളതുകൊണ്ടാണ് നമുക്ക് വിധിയുടെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നുള്ളൂ. പക്ഷേ ദിലീപിൻ്റെ കൊട്ടേഷൻ അല്ല എന്ന് വ്യക്തമായിക്കൊണ്ടാണ് കോടതി അയാളെ വെറുതെ വിട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ മറ്റാരുടെയും കൊട്ടേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ഇനി അത് കണ്ടെത്തേണ്ടതാണോ എന്ന് കോടതി ഉത്തരവിൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഇതിനൊപ്പം തന്നെ ആളുകൾ ചോദിക്കുന്നത്, ഈ റേപ്പ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ പൾസസുനിക്കുള്ള മോട്ടീവ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെനിക്ക് ഞാൻ പലരോടും ചോദിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു കേസിന്, ഇന്ന് വരെ റേപ്പ് കേസിന് നിങ്ങൾ മോട്ടീവ് അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിട്ട് കാര്യമുണ്ടോ? അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു ബലാത്സംഗം ചെയ്യുന്ന? അപ്പോൾ അത്രയും ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത തരത്തിൽ ആളുകൾ ചിലപ്പോൾ ചിന്തിച്ചു പോകുന്നത് ഈ പോലീസും മാധ്യമങ്ങളും ചേർന്ന് ഒരുതരം ബ്രെയിൻ വാഷ് ചെയ്യുന്ന പോലത്തെ പല ഈ ഏകപക്ഷീയമായ വാർത്തകൾ പുറത്തുവിട്ട് ആളുകളെ സ്വാധീനിച്ചിട്ടുള്ളത് കൊണ്ടാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കോടതിയുടെ വിധി വന്നിട്ട് പോലും അതിനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെ വീണ്ടും കോടതിക്കെതിരെ അറ്റാക്ക് നടത്തുന്നതിൻ്റെ ഒരു വിചിത്ര സ്വഭാവമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയങ്ങൾ നമുക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അതൊരു നീതിന്യായ സംവിധാനത്തെ നമുക്ക് എന്തിനെങ്കിലും റിലേ ചെയ്യണമല്ലോ. അപ്പോൾ ഈ വിധി വരുന്ന നമ്മളാണെങ്കിലും, ഇപ്പം ഞാനാണെങ്കിലും ഈ അഭിപ്രായം നമുക്ക് തുടക്കം തൊട്ട് കേസ് നടക്കം തൊട്ട് നമുക്ക് അറിയാമെങ്കിലും നമ്മളിതുവരെ പുറത്ത് പറഞ്ഞില്ല. നമ്മളിപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണ്? കോടതി അത് നമ്മുടെ ഈ നിഗമനം കോടതി വിധിയോടെ സാധൂകരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് വിശദീകരിക്കുന്നത്. ഈ ദിലീപിനെ വെറുതെ വിട്ടുള്ള വിധി വന്ന ദിവസം ചാനലുകളിലെല്ലാം നമ്മൾ കണ്ട ഒരു വ്യക്തിയുടെ ബൈറ്റ് ഉണ്ട്. അത് നമ്മുടെ വീഡിയോയിലും പലരും ആ വീഡിയോ അടക്കം പോസ്റ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ദിലീപ് വരുമ്പോൾ വിധി പറഞ്ഞ ജഡ്ജി എണീറ്റ് വണങ്ങിയെന്ന്. അത് വലിയ തമാശയാണ്. അതിനുള്ള മറുപടി ഇപ്പോൾ പലരും വക്കീൽമാരടക്കം പല സ്ഥലത്ത് എഴുതിയിടുന്നത് ഞാൻ കണ്ടു. അത് കോടതിയുടെ ഒരു സാധാരണ നടപടിക്രമമാണ്. അതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ ആകാൻ ചിലപ്പോൾ ഇത് പ്രചരിപ്പിക്കുന്നത്. ഏത് കോടതിയും ജുഡീഷ്യൽ ഓഫീസർ വരുമ്പോൾ, ജഡ്ജിയല്ല മജിസ്ട്രേറ്റ് വരുമ്പോൾ അവരുടെ കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പിലുള്ള ആളുകൾ ഒന്ന് വണങ്ങിയിട്ടാണ്. ചിലർ എല്ലാവരെയും നോക്കി ഒന്ന് വണങ്ങും, ഒന്ന് കൈകൂപ്പി ഇരിക്കും. ചിലർ ഒന്ന് കൈകൂപ്പി എന്ന് വരുത്തി അങ്ങിരിക്കും. ഏതായാലും ബഹുഭൂരിപക്ഷം
കോടതികളിൽ ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാവരും നോക്കി ഒന്ന്, അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നവരും അവിടെയുള്ള വക്കീൽമാരും കക്ഷികളും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും, കോടതിയും ഒന്ന് ഇതാക്കിയ ശേഷം വണങ്ങിയ ശേഷം കൈ ഊപ്പിയ ശേഷം അവിടെ ഇരിക്കും. ഇതൊരു സാധാരണ നടപടിക്രമമാണ്. അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. അതിനെക്കുറിച്ച് നേരിട്ട് അതിപ്പോൾ ഇത് അറിയാത്ത ആളുകൾക്കിടയിൽ ഇത് പ്രചരിപ്പിക്കാൻ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ട് ബോധപൂർവമോ അല്ലാതെയോ ആളുകൾ ഇത് പ്രചരിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഇപ്പോൾ ചില ഓൺലൈൻ ചാനലുകളുടെ കാർഡ് വളരെ വ്യാപകമായി എന്നോട് 10-15 പോയിന്റ് പോലീസ് ഹാജരാക്കിയത്, എന്നാൽ കോടതി പരിഗണിക്കാത്ത ദിലീപിനെതിരായ തെളിവുകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഇതിനിടയിൽ ആളുകൾ വാർത്തകൾക്കിടയിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും മറുപടി പറയാനായിട്ട് ഇപ്പോൾ അത് കാരണം ഇതെല്ലാം തള്ളിപ്പോയതിന് ശേഷം ഇതൊന്നും ഇപ്പം നമ്മൾ ഈ കോടതിക്ക് പുറത്ത് വാദിക്കുന്നതല്ലോ, കോടതിക്കുള്ളിൽ ഇതെല്ലാം വാദിച്ച് തള്ളിപ്പോയ ശേഷമാണല്ലോ ഈ അവസ്ഥയിൽ കേസ് എത്തി നിൽക്കുന്നത്. അത് പ്രോസിക്യൂഷനോടാണ് അത് ചോദിക്കേണ്ടത്. നമുക്ക് പറയാനുള്ളത് നാളെ ഓർഡർ വന്ന ശേഷം നമുക്കത് വിശദീകരിച്ച് പറയാം.